നമസ്കാരം. നമ്മുടെ +2 ഇപ്പോൾ NDA മീൻസ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. നമ്മുടെ നാഷണൽ ലെവലിൽ നടത്തുന്ന എല്ലാ വർഷവും 2 ടൈംസ് നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ്. ഇതിനെക്കുറിച്ച് പലർക്കും കുറച്ചൊക്കെ അറിയാം. ഇതൊരു ഡിഫൻസിന്റെ സെക്ടറിലോട്ട് പോകുന്നതാണ്. നമുക്കറിയാം 3 ഡിഫൻസ് സെക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ആർമി, ഒന്ന് എയർഫോഴ്സ്, അടുത്തത് നേവി. ഇതിലേക്ക് നമുക്ക് എല്ലാ വർഷങ്ങളിലും ഏകദേശം 500 വേക്കൻസിക്ക് അടുത്ത് നമുക്ക് എക്സാം നടത്തി കുട്ടികളെ എടുക്കുന്നുണ്ട്. അവർ തന്നെ പഠിപ്പിച്ച് നേവൽ അക്കാഡമിയിലും അവിടെയൊക്കെ പഠിപ്പിച്ചെടുത്ത് ജോലിക്ക് അവർ തന്നെ എടുത്തു. വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ലൈഫ് സെറ്റ് ആക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. പക്ഷെ പല കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, എങ്ങനെയാണ് ഇതിൻ്റെ അത് കയറി പറ്റുക എന്നുള്ളത്. പലർക്കും ഈ ഒത്തിരി കുട്ടികൾക്ക് ഈ ഫ്ലൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റ് ആവുക എന്നുള്ളത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജോലി തന്നെയാണ്. പക്ഷെ നമുക്ക് ആ കോഴ്സ് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ കോടികൾ വേണം. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഇറങ്ങി നല്ലപോലെ ഒന്ന് കഷ്ടപ്പെട്ടാൽ ആ കോടികളൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് പഠിച്ച് ഇറങ്ങി അത് ഫ്ലൈ ചെയ്യാൻ മീൻസ് നമുക്ക് ഒരു പൈലറ്റ് ആകാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരെണ്ണമാണ് NDA. അപ്പൊ ഇതിന് നമുക്ക് പറ്റുന്നത് ഏറ്റവും നല്ലത് ഇപ്പൊ പഠിക്കുന്ന +2 റണ്ണിങ് സ്റ്റുഡൻസിനാണ് ഏറ്റവും നല്ലത്. റെഗുലർ ഓക്കെ, ഇത് ഏത് സ്ട്രീമുകാർക്കും പറ്റും. പക്ഷെ 1-2 പ്രോബ്ലംസ് ഉണ്ട്. സയൻസിനുള്ളിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിച്ചവർക്ക് എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേവിയും എയർഫോഴ്സും ആർമിയും പറ്റും. പക്ഷെ നമുക്ക് ഈ മാത്സ് ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് നേവിയിലോ എയർഫോഴ്സിലോട്ടോ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആർമി മാത്രമേ പറ്റുള്ളൂ, നേവിയോ എയർഫോഴ്സോ അവർക്ക് പറ്റില്ല. ഇപ്പൊ നമ്മൾ പലരും നമ്മൾ ഇത് പഠിക്കുന്നുണ്ടാവും, കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ, അവർക്കൊക്കെ നമുക്ക് പറ്റും. അത് ആർമി സെക്ടറിലോട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ 2 എഴുതിയിട്ട് കാര്യമില്ല, മാത്സ് ഒന്നും പഠിക്കാത്തത് പറ്റില്ല. ഇതിന്റെ കംപ്ലീറ്റ് സിലബസ് എന്ന് പറഞ്ഞാൽ +1 ആൻഡ് +2 മാത്രം, വേറെ ഒന്നുമേ ഇല്ല. പലർക്കും അറിയത്തില്ല, പണ്ടും വിചാരിച്ചേക്കുന്നത് 10ാം ക്ലാസ്സിനെ വെച്ചുകൊണ്ടാണ് NDA എക്സാം നടത്തുന്നത്. അങ്ങനെയല്ല. NDA എക്സാമിന്റെ ടോട്ടൽ സിലബസ് ഫ്രം +1 ആൻഡ് +2 നമ്മൾ പഠിക്കുന്ന സിലബസിൽ നിന്നും പുതിയ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനുള്ളിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ബുദ്ധിമുട്ടില്ലാത്തതാണെങ്കിൽ പോലും നമുക്ക് പരിചയമില്ലാത്തതിന്റെ പേരിൽ എഴുതാൻ പറ്റത്തില്ല. നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ കൂടെ പഠിക്കാറില്ല. നമ്മുടെ സ്കൂളിലെ എക്സാം നടക്കുമ്പോൾ അതിനൊരു വേ ഉണ്ട്. ഒരു റെഗുലറായിട്ട് എക്സാം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഏകദേശ ഐഡിയ ഉണ്ട്. അത് വെച്ച് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നു, എഴുതുന്നു, കുഴപ്പമൊന്നും ഇല്ലാതെ ഫുൾ മാർക്ക് വരെ കിട്ടുന്നെങ്കിലും ഇവിടെ നമുക്ക് ആ പണിയൊന്നും പറ്റത്തില്ല. നമുക്കൊരു ഫുൾ മാർക്ക് ഇപ്പൊ നമുക്ക് ചെറിയൊരു എക്സാം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു എൻട്രൻസിന്റെ എക്സാമിന് കിട്ടുന്ന മാർക്ക് എങ്ങനെയാകും എന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കീമിന്റെ മാർക്ക്. കീമിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 600-ലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് 300-ലോട്ട് മാറ്റാറുണ്ട്. 300-ൽ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാൽ 10ഓ അതിന് കൂടുതലുണ്ട് ജയിക്കാം കീമിൻ്റെത്. +2-ന് ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് നമ്മുടെ ഫുൾ മാർക്ക് ഒത്തിരി കുട്ടികൾക്ക് വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ തന്നെ A+ ഫുൾ ആയിട്ട് കിട്ടുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ ഈ കീമിന് കിട്ടുന്ന 300-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കിട്ടുന്ന 25, 30, 35, 40, 45 ഉള്ളൂ. 300 നോക്കിയേ എന്തുമാത്രം കുറവാ. പക്ഷെ അവർക്ക് +2-ന്റെ ലെവലിലുള്ള എക്സാം, +2 പബ്ലിക് എക്സാമിന് ചിലപ്പോൾ A+ ആയിരിക്കും ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും. ബട്ട് കീമിന് അവർക്ക് കിട്ടുന്നത് 300-ൽ വെറും 50 മാർക്കൊക്കെ ആയിരിക്കും. 50 വളരെ കൂടുതൽ പോലെ, അത്രയൊന്നും കിട്ടാറ് പോലും ഇല്ല. കിട്ടുന്നില്ലെന്നല്ല, കിട്ടാറ് പോലും ഇല്ല. അപ്പോൾ എൻട്രൻസിന് നമ്മൾക്ക് കുട്ടികൾ അതിനനുസരിച്ച് പ്രാക്ടീസ് നേടുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതേപോലെ തന്നെയാണ് NDA എക്സാമിന് നമുക്ക് 2 പേപ്പറാണുള്ളത്. ഈ 2 പേപ്പറിൽ നമുക്ക് ഒന്നാമത്തെ പേപ്പർ മാത്സും രണ്ടാമത്തേത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് GAT കേട്ടോ. ഇങ്ങനെ 2 എണ്ണമാണ്. ഈ 2 എക്സാംസൂടെ ചേർന്നാണ് നമ്മുടെ ടോട്ടൽ മാർക്സ് വരുന്നത്. ഒന്നാമത്തേന് നമുക്ക് 300 മാർക്ക്, അടുത്തതിന് 600, രണ്ടുകൂടെ ചേർത്ത് 900-ലാണ് നമ്മുടെ ഫൈനൽ നമ്മുടെ തിയറി എക്സാം ഈ രണ്ടുകൂടെ വരുന്നത്. ഇത് നമുക്ക് ഈ +2-ൽ പഠിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പഠിക്കാൻ. ഇതാണ് നിങ്ങൾക്ക് പറ്റിയ ഒരു ടൈം. നിങ്ങൾക്ക് പഠിക്കണമെന്നും പഠിച്ച് നല്ലൊരു ജോലി കിട്ടണമെന്നും എല്ലാവരുടെ മുന്നിൽ നല്ല പോലെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹം മനസ്സിൽ അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങിക്കുമ്പോൾ ഇന്നു മുതൽ നിങ്ങൾക്ക് വേറെ ഒരു വലിയ പ്രശ്നങ്ങളോട്ടൊന്നും പോകാതെ നമ്മൾ ഈ കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം,
വെളിയിൽ ഒത്തിരി പോയി നമുക്ക് അവധി കിട്ടുമ്പോൾ ഫുൾ ടൈം വെളിയിൽ അങ്ങനെയൊക്കെയുള്ളത് ഒഴിവാക്കണം. അതൊക്കെ വേണ്ടെന്നല്ല, വേണ്ടതുപോലെ യൂസ് ചെയ്യുക, വേണ്ടതുപോലെ ആവശ്യത്തിന് യൂസ് ചെയ്യുക. ബാക്കി സമയം നമ്മുടെ ഈ പഠിത്തത്തിന് യൂസ് ചെയ്താൽ ഈ 1 വർഷം കൊണ്ട് നിങ്ങളുടെ കരിയർ മാറ്റിമറിക്കാം. നിങ്ങൾക്ക് നല്ലൊരു ജോലിയിൽ എത്തിപ്പെടാനുള്ള വഴി നിങ്ങൾക്ക് തന്നെ വെട്ടിയെടുക്കാം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം. നിങ്ങൾക്ക് എന്തായാലും +1 +2 നിങ്ങൾ അല്ലെങ്കിൽ +2 ഇപ്പൊ പഠിക്കണം. അതിനോടൊപ്പം ഇത്തിരി കൂടുതൽ ഒന്ന് പഠിച്ചേക്കണം. ഇത്തിരി കൂടുതൽ, സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി കൂടുതൽ, പിന്നെ അത് നമുക്ക് വളർന്നോളും. നമുക്ക് നല്ല രീതിയിൽ കൂടെ പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ സമയത്ത് വലിയ റഷൊന്നും അല്ല, മീൻസ് ഒത്തിരി സമയം നിങ്ങൾക്ക് ബാക്കിയുണ്ട് അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് +2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും നിങ്ങൾ ഒത്തിരി വലിയ ബിസി ഒന്നും അല്ല. ഇത് യൂസ് ചെയ്യണം. നിങ്ങൾ ബിസി ആവണം ത്രൂ എൻട്രൻസ് NDA. നിങ്ങൾ അവിടെ നിങ്ങളിപ്പോ ബിസി ആവുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നേരത്തെ തന്നെ പഠിക്കാം. നിങ്ങൾക്ക് +1 പഠിക്കാനുണ്ട്. നിങ്ങളിപ്പോ ഇനിയിപ്പോ +2 മാത്രമേ ഉള്ളൂ. ഇപ്പൊ +1 നമുക്ക് എൻട്രൻസിന് വരും. അപ്പൊ ഈ +1ന്റെ എൻട്രൻസ് ക്ലാസ്സസ് പഠിക്കണം, എൻട്രൻസ് ക്വസ്റ്റ്യൻസ് പഠിക്കണം, എൻട്രൻസ് ട്രിക്സ് പഠിക്കണം, എൻട്രൻസ് ആപ്റ്റിറ്റ്യൂഡ്സ് പഠിക്കണം. ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും +2ന് വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. +2ന്റെ പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് കിട്ടും. അതുപോലെ എൻട്രൻസിന് നമുക്ക് NDAയും പറ്റും, മിനിമം പിന്നെ കീമിനും പറ്റും. ഇനി ഒത്തിരി എൻട്രൻസുകൾ ഉണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എൻട്രൻസുകളാണ്. പക്ഷെ നമുക്ക് JEE എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ജോയിന്റ് എൻട്രൻസ് എക്സാം. ഇതും നമുക്ക് 1 year 2 times. പക്ഷെ അതിന് നമുക്ക് ഇതൊന്നും പഠിച്ച് ഈ പഠിത്തം കൊണ്ട് ഇവനെ നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവനിൽ കൂടെ മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ. പക്ഷെ ദൂരം കൂടുതൽ നടക്കണം. നമ്മൾ പറഞ്ഞില്ലയോ, ഈ ഇന്ന സ്ഥലമാണെങ്കിൽ ഞാൻ എളുപ്പം പോയിട്ട് വരാം, പക്ഷെ അവിടെ എനിക്ക് പറ്റത്തില്ല. പക്ഷെ ഇതുവഴിയേ നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. കാരണം ഇവന്മാരുടെ ചേട്ടന്മാരുടെ ക്വസ്റ്റൻസ് അവിടെ വരുന്നത്. അപ്പൊ ആ ലെവലിൽ എത്തണമെങ്കിൽ ഇവനെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. എന്നിട്ട് നിങ്ങൾക്ക് JEE വേണോ? പറ്റും. ഈ JEE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IIT, NIT ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് എഞ്ചിനീയറിംഗിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ JEE. അത് നമുക്ക് അത്ര ഈസി അല്ല. അപ്പൊ പക്ഷെ പഠിക്കുന്നവരുണ്ട്. അതും നിങ്ങളുടെ പ്രായത്തിലുള്ളവരാ. +2 ഇപ്പൊ പഠിക്കുന്നവരാണ് അടുത്ത വർഷം എഴുതാൻ വേണ്ടി പ്രാക്ടീസ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും നമുക്ക് അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളാണ് നമ്മളിവിടെ ഉള്ളത്. ഇതൊന്നും നമുക്കുള്ളതല്ല, പിന്നെ ആർക്കുള്ളത്? +2 പഠിക്കുന്നവർക്കല്ലേ. നിങ്ങൾക്ക് തോന്നിയില്ലെന്നുള്ളതല്ല കുഴപ്പമുള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങൾക്കായിട്ട് വേണ്ടി ജീവിക്കണം. മീൻസ് നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കണം, എക്സാം എഴുതണം, നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി കിട്ടണം എന്നൊക്കെ. അപ്പൊ അതിനുവേണ്ടി മിനിമം നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ JEEലോട്ട് പോകാം. ഓക്കെ, ഇത് ഏറ്റവും നല്ല ടൈമാണ്. നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ സമയമാണ് ഇപ്പോൾ +2 പഠിക്കുന്നവർക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ബിസി അല്ലാത്ത ഈ സമയം കൊണ്ട് കുറേ കവർ ചെയ്യാൻ പറ്റും. ഇതിനോട് നമുക്ക് ഏകദേശം ഒരു നവംബർ ഡിസംബർ വരെയും നിങ്ങൾക്ക് ഇതിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ സമയത്ത് ഒരു ജനുവരി ഒക്കെ ആകുമ്പോൾ നല്ല റഷ് ആവും, +2ന്റെ ഏറ്റവും പീക്ക് ടൈം ആവും. ആ സമയത്ത് നിങ്ങൾ ഒന്ന് മാറി നിന്നിട്ട് തിരിച്ച് എക്സാം കഴിഞ്ഞിട്ട് ബാക്കി സമയം കൂടെ ഒന്ന് പ്രിപ്പറേഷൻ നടത്തി പോവുക. അങ്ങനെ നിങ്ങൾക്ക് NDA എക്സാമിനും കീമിനും അടിപൊളിയായിട്ട് ഈ വർഷം ലാസ്റ്റിൽ പറ്റുകയും ചെയ്യും. ഇതിന് നമുക്ക് ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 1 year ക്ലാസ് ഉണ്ട്. നന്നായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ട്രിക്സുകളും ടെക്നിക്സുകളും ലോങ് പ്രോബ്ലംസുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ന്യൂമറിക്കൽ എബിലിറ്റീസും ഒക്കെ കൂട്ടിപ്പോകാനുള്ള രീതിക്കുള്ള ക്ലാസ് വിത്ത് മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തരും. കാരണം നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് പലർക്കും അറിയില്ല, എല്ലാം ക്ലിയർ ചെയ്ത് പറയും. എല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 1 year കൊണ്ട് നമുക്കും ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്, ഉണ്ടെന്ന് ഉറപ്പിക്കുക. അങ്ങനെ മുന്നോട്ട് പോകണം. ഒരു വിഷൻ വേണം, ഇല്ലെങ്കിൽ നമുക്കൊന്നുമേ ആകത്തില്ല മക്കളെ. നിങ്ങൾ ഇനി എന്ത് ചെയ്താലും ഒന്നും ആവില്ല. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം. അല്ലാതെ വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, പ്രയോജനമില്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തെങ്കിലേ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ആവുള്ളൂ. അപ്പൊ അതിന് മൈൻഡ് ഒരു സെറ്റാക്കി വെക്കണം. പഠിക്കണം നല്ല കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ജോലി എത്തുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകും. ഇവിടെ ഗ്യാപ്പാക്കി വിട്ടിട്ട് അവിടെ ശരിയാക്കാന്ന് വിചാരിച്ചാൽ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ഈ +2 ആ കോഴ്സ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കോഴ്സ്. എന്തുമാത്രം കാര്യങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളതാണ്. പക്ഷെ പലരും ഒരു +2 ഒതുങ്ങുക. ഒരു +2ന്റെ റെഗുലർ എക്സാം അത് മാത്രം പഠിച്ചുകൊണ്ട് എക്സാം എഴുതുക, വേറെ ഒന്നുമേ നിങ്ങൾ കൂട്ടുന്നില്ല. പക്ഷെ അതല്ല, അതിനോടൊപ്പം പാരലായിട്ട് നിങ്ങൾ പല എൻട്രൻസിലും നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ പോകുമ്പോൾ ഇവനും വളരെ ഈസി ആവും. ഇതിനോടൊപ്പം നമുക്ക് ഇത് കിട്ടുകയും ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശരിയാണ്, ഇച്ചിരി സമയമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതൊന്ന് നമ്മുടെ അന്നേരത്തൊക്കെ മൊബൈൽ എടുക്കുക, എന്തെങ്കിലുമൊക്കെ അത് വേണ്ടെന്നല്ല.
അതിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വേണ്ട കാര്യത്തിന് ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡെവലപ്പ് ആകാൻ വളരെ സിമ്പിൾ. റെഗുലർ ആയിട്ട് ഇങ്ങനെ ഒന്ന് പോയാൽ വളരെ എളുപ്പത്തിൽ ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ നിങ്ങളോടൊന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു വന്നത്. അപ്പൊ ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതിനോടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചോദിക്കാം. കോഴ്സിനെ കുറിച്ചാണെങ്കിലും ക്ലാസ്സിനെ കുറിച്ചാണെങ്കിലും എന്തും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് ഉറപ്പിച്ച ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ +2 കോഴ്സ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എത്തിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴേ മനസ്സിൽ അത് ഉറപ്പിച്ചുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് കോഴ്സ് ആണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്കും നന്നായിട്ട് അടുത്തൊരു കോഴ്സ് കിട്ടും. ആ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് നല്ല ജോലിയും കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ് അല്ലെങ്കിൽ ഈ സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലും എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ആദ്യവും കൃത്യമായിട്ടും തന്നിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.